29 ഡിസംബർ 2022 ഹിന്ദു എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് MGNREGSനെ കുറിച്ചാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടിനെ കുറിച്ചാണ്. ലേബേർഡ് വേജസ് ഇൻ ഡിലേ ഇൻ ഫണ്ട്സ് ടു ബി പെയ്ഡ് ടു സ്റ്റേറ്റ്സ് ഫോർ MGNREGS പേയ്മെൻറ്റ് ഈസ് അൺഎത്തിക്കൽ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ വേജസ് കൂലി ഈ MGNREGSുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ കൂലി കൊടുക്കാൻ വൈകുകയാണെങ്കിൽ അത് അൺഎത്തിക്കലായിട്ടുള്ളൊരു പ്രാക്ടീസാണെന്നാണ് ഈ പറഞ്ഞ ചുരുക്കം ഈ എഡിറ്റോറിയലിൻ്റെ. ഇത്തവണ വെസ്റ്റ് ബംഗാളിലാണ് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ഹോട്ട് ഡിബേറ്റ് നടക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഈ MGNREGSൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട വേജ് ഡിലേ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ വേജ് കൊടുക്കാൻ കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫണ്ട്സ് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. റിപ്പോർട്ട് ബൈ ദ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ലിബ് ടെക് ഇന്ത്യ found that 2,744 crore rupees was still due to workers for work done since December 26, 2021. 2021 ഡിസംബർ 6 ശേഷം ജോലി ചെയ്തവർക്കും പോലും ഈ ഇത്രയും കോടി രൂപ 2,744 കോടി രൂപ ഡ്യൂ ആണെന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വൺ ഓഫ് ദ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട്സ് ആണ്, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണ് MGNREGS. റൂറൽ ഹൗസ് ഹോൾഡിൽ പ്രത്യേകിച്ചും ഈ പറഞ്ഞ പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ഒരു ഇൻഷുറൻസ് പോളിസി പോലെയാണ്, ഇൻഷുറൻസ് പോലെയാണ് ഈ പറഞ്ഞ പ്രോഗ്രാം എന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള കൂലി കൊടുക്കുന്നതിനുള്ള ഡിലേ എന്ന് പറയുന്നത് വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, കോൺസിക്വൻസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, the delay in payment, which is contrary to what is stated in Section 3 of the NREG Act, has resulted in drop in numbers of household working under the scheme in the state. വെസ്റ്റ് ബംഗാളിൽ ഈ കൂലി കൊടുക്കാത്തത് കാരണം, ഡിലേ കാരണം എന്ത് പറ്റി, 77 ലക്ഷം പേര് പാൻഡമിക്കിൻ്റെ സമയത്ത് ജോലി ചെയ്തവർ ഇപ്പോൾ 16 ലക്ഷം പേര് മാത്രമേ ഈ പറഞ്ഞ സ്കീമിൽ ജോലി ചെയ്യുന്നവരുള്ളൂ MGNREGയിൽ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. വളരെ അഡ്വേഴ്സായിട്ട് ഇതിൻ്റെ എന്താണോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് അതിന് കോൺട്രറി ആയിട്ട് പറ്റുന്നൊരു കാര്യമാണ്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. The Union government has given a response that the funds have been blocked only in West Bengal for non-compliance with the directives of the central government. അപ്പോൾ എന്താണ് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഫണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻസ് പാലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ് ഈ ഫണ്ട്സ് വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചു എന്നാണ് പറയുന്നത്. എന്താ കാര്യം? ആൻഡ് ദിസ് പെർട്ടൈൻസ് ടു പ്രയർ ഫണ്ട് മിസ്യൂസ് എന്നാണ് പറയുന്നത്. ഫണ്ട് മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. MGNREGയുടെ ഫണ്ട് വെസ്റ്റ് ബംഗാളിന് കൊടുക്കാത്തതിന് കാരണം ഫണ്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഇതിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് MGNREGS മുടങ്ങാം? ഒന്ന്, ഈ പറഞ്ഞ പോലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് മോശമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിസ്യൂസ്, അതുപോലെ തന്നെ സെൻറ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒക്കെ ഈ പറഞ്ഞ ഡിലേ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊസീജിയറൽ ഡിലേ, ഒരു പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ, പ്രൊസീജിയേഴ്സ്, അതുമായി ബന്ധപ്പെട്ടും ഡിലേ ഉണ്ടാവാം. പക്ഷേ ഇങ്ങനൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റ് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ റൂറൽ ഹൗസ് ഹോൾഡിലും വളരെ മോശമായിട്ട് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സിന്, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ബാക്കിയുള്ള എമ്യൂണിറ്റീസ് ഒക്കെ ബന്ധപ്പെട്ട് വളരെയധികം മോശമായിട്ട് അവരത് ബാധിക്കും എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും അത് പാടില്ലാത്തതാണ്. The government has now made digital capture of MGNREG attendance mandatory to work sites. സെൻട്രൽ ഗവൺമെൻറ് എന്താ പറഞ്ഞിരിക്കുന്നത്? MGNREGSുമായി ബന്ധപ്പെട്ട് സ്കീമിൽ ജോലി ചെയ്യുന്നവർക്ക് ഡിജിറ്റൽ അറ്റൻഡൻസ് വേണമെന്ന് പറയുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് തന്നെ അറിയാം, പ്രോപ്പറായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവില്ല, ഡിജിറ്റലായിട്ടുള്ള ആബ്സെൻസോ പ്രസൻസോ രേഖപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ എന്തായിട്ട് മാറും? അത് ശരിക്കുള്ള ബെനിഫിഷ്യറിക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടാതെയാവും. അപ്പോൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ള റീസൺസ് ഇല്ലാതെ ഈ പറയുന്ന MGNREGSൻ്റെ ഫണ്ട് വിത്ത്ഹോൾഡ് ചെയ്യാനോ കൂലി കൊടുക്കാൻ വൈകുകയോ ചെയ്യരുത്. അത് അവരവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സിനെ, പ്രത്യേകിച്ചും പുവർ ഹൗസ് ഹോൾഡിൽ ലിവിങ് സ്റ്റാൻഡേർഡ്സിനെ ബാധിക്കുന്നൊരു കാര്യമാണ് എന്നാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.